പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും യേശുവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുവാൻ തയ്യാറെടുക്കുകയാണല്ലോ. മണ്ണിൽ അവതരിച്ച ദൈവമാണ് മിശിഹ. പലരും ചോദിക്കാറുണ്ട്, മിശിഹ എങ്ങനെയാണ് ദൈവമാകുന്നത്? അത് വ്യക്തമായി പറയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലാണ്. യോഹന്നാൻ്റെ 1-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവം വചനമായിരുന്നു. അപ്പോൾ പ്രാരംഭത്തിൽ തന്നെ യോഹന്നാൻ ശ്ലീഹ പറയുന്നത് വചനവും ദൈവവും ഒന്നു തന്നെയാണ് എന്നതാണ്. തുടർന്ന് വായിക്കുമ്പോൾ 14-ാം വാക്യത്തിൽ യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ പറയുന്നു: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ വചനം മനുഷ്യ ശരീരം സ്വീകരിച്ചു ഈശോയായി എന്ന് അവിടെ ഒരു സ്ഥിരീകരണം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും, ഇവയെല്ലാം സാധ്യമാണോ എന്ന്. അങ്ങനെയുള്ളവർ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം വായിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ആദ്യ ദിവസം നമ്മൾ ഏറ്റുപറയുന്ന സത്യം ദൈവവും മിശിഹായും ഒന്നു തന്നെയാണ് എന്നതാണ്. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.